ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സംസ്ഥാനത്തെ റേഷൻ ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ റേഷൻ ഉപഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. APL ആയിക്കോട്ടെ, BPL ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി ആയിട്ടുള്ള അരി, അതോടൊപ്പം തന്നെ ആട്ട, ഗോതമ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് സംസ്ഥാന റേഷൻ കാർഡ് വഴി ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന AY മഞ്ഞ നിറമുള്ള കാർഡുകൾക്കും പിങ്ക് നിറമുള്ള BPL കാർഡുകൾക്കും സൗജന്യ നിരക്കിൽ അരി മാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങളും കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ നേരത്തെ തന്നെ മസ്റ്ററിങ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ APL നീല നിറമുള്ള വെള്ള റേഷൻ കാർഡുകൾക്കായി ഈ നിയമം ആവശ്യമായി വരുന്നില്ല. അവർക്ക് മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് മുടങ്ങാതെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ജനുവരി 30 മുതൽ വിവിധ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ സമരത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യകതകൾ എന്തെന്ന് വെച്ചാൽ, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തും ഈ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. അതായത് റേഷൻ വിതരണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ അതത് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ അരിക്ക് പകരം അല്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് പകരം അതിന് തുല്യമായ വിഹിതം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ക്യാഷ് ആധാറുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ മഞ്ഞ റേഷൻ കാർഡുകൾ എടുത്തു നോക്കിയാൽ അവർക്ക് 30 കിലോ അരി, അതോടൊപ്പം തന്നെ 3 കിലോ ഗോതമ്പ്, 2 പാക്കറ്റ് ആട്ട, ഇത്രയും സാധനങ്ങളാണ് സൗജന്യ നിരക്കിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് നൽകുന്ന സംവിധാനവും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ വലിയൊരു സംഖ്യ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൂടി നമ്മൾ നോക്കുമ്പോൾ APL റേഷൻ കാർഡ് ആണെങ്കിൽ അത്തരം റേഷൻ കാർഡുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ വിഹിതം അവരുടെ അക്കൗണ്ടിലേക്കും ലഭിക്കുന്നതാണ്. ഇനി BPL റേഷൻ കാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ആണ് ലഭിക്കുന്നത്. ഒരാൾക്ക് 5 കിലോ വീതം. അത് കുടുംബങ്ങളുടെ അംഗങ്ങളുടെ പ്രാതിനിധ്യം ആശ്രയിച്ചിരിക്കും. എത്ര അംഗങ്ങളുണ്ടോ അത്ര അംഗങ്ങളുടെ ആനുപാതികമായിട്ടായിരിക്കും ആ കിലോ കണക്കാക്കുന്നത്. അപ്പോൾ ആ കിലോയുടെ അടിസ്ഥാനമാക്കിയായിരിക്കും അവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്നത്. അതുപോലെ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് എതിർപ്പുകളും ഇതിനോടകം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ റേഷൻ കടകൾ അടച്ചുപൂട്ടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ റേഷൻ വ്യാപാരികൾ പ്രതിസന്ധിയിലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ റേഷൻ അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് മറ്റ് തൊഴിലാളികളുണ്ട്. അപ്പോൾ അതോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മറ്റ് വ്യക്തികളുണ്ട്. അതുപോലെ വിവിധ സ്ഥാപനങ്ങളുണ്ട്. റേഷൻ വ്യാപാരിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടേതായ ക്ഷേമനിധിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വിവിധ മേഖലകളിൽ ഇത് പ്രതിസന്ധി ഉണ്ടാവാൻ കാരണമാവും. അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ആളുകളുടെ ജീവിതത്തിൽ തന്നെ ഇത് ബാധിക്കുന്നതിന് കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതിക്കെതിരെ കൃത്യമായ എതിർപ്പ് കേന്ദ്ര സർക്കാരിന് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ എതിർപ്പിനെതിരെ ഏതൊരു രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പൊതുവിതരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങൾ റേഷൻ വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ക്ഷേമനിധി ബോർഡിൻ്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ വിതരണ കരാറുകാർക്ക് ധാരാളം കുടിശ്ശിക ലഭിക്കാനുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ നിരവധി പ്രതിസന്ധികൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ പൊതുവെ നാം നോക്കുമ്പോൾ അവർ നിലവിൽ 30 മുതൽ അവർ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം മറികടക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡ് പോലും ഹാജരാക്കാതെ നമുക്ക് 10 കിലോ ഭക്ഷ്യസാധനങ്ങൾ എല്ലാ മാസവും നമുക്ക് നൽകി തുടങ്ങുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതി പ്രകാരം 34 രൂപ, പരമാവധി 1 കിലോയ്ക്ക് 34 രൂപയാണ്. അങ്ങനെ 10 കിലോ വരെ ഒരാൾക്ക് എന്ന നിലയിലായിരിക്കും വിതരണം ലഭിക്കുന്നത്. സംസ്ഥാനത്തെ വിതരണ മേഖലയിലേക്ക് നാഫിഡ് മുഖേന എന്ത് ചെയ്യും,
അരി എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വാഹനങ്ങളിലായിരിക്കും അരി എത്തിക്കുന്നത്. വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അതത് പ്രമുഖ നഗരങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും വാഹനം ഉണ്ടാവുക. ഈ വാഹനങ്ങളുടെ സമീപത്ത് എത്തിച്ചേരുന്നവർക്ക് നമുക്ക് ഈ തുക നൽകി 340 രൂപ നൽകി അരി എന്ന രീതിയിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ആനുകൂല്യം റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ആനുകൂല്യം എല്ലാവരും പൊതുവെ എന്ത് ചെയ്യുക, നേടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും മറ്റ് ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം വരെ ഗുഡ് ബൈ.